പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് റിക്കഷെ എന്ന മുൻ WWE ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ AEWയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ ഫൈറ്റ്ഫുൾ സെലക്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ AEWയുമായിട്ട് റിക്കഷെ ഒരു മൾട്ടി ഇയർ ഡീൽ സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കുഴപ്പമില്ലാത്ത WWEനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡീലാണ് റിക്കഷയ്ക്ക് AEW കൊടുത്തിട്ടുള്ളത് എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഫൈറ്റ്ഫുൾ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് ഈ ഞായറാഴ്ച ലണ്ടൻ എന്ന് പറയുന്ന സിറ്റിയിൽ വെച്ച് AEW നടത്താൻ പോകുന്ന അവരുടെ ബിഗ്ഗസ്റ്റ് ഷോ ആയ ഓൾ ഇൻ 2024 റിക്കഷയും ഭാഗം ആയേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റിക്കഷെ ചിലപ്പോൾ ക്രൗഡിൻ്റെ ഇടയിൽ വന്ന് ഇരിക്കുന്നതോ അല്ലെങ്കിൽ റിങ്ങിൽ കയറിയിട്ടുള്ള ഒരു ഡെബ്യൂ അപ്പിയറൻസ് നടത്തുന്നതോ ആയിട്ടുള്ള ഒരു ഭാഗം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും റിക്കഷെ ഓൾ ഇന്നിൻ്റെ ഭാഗമാകാൻ എല്ലാവിധ സാധ്യതകളും ഉണ്ടെന്നാണ് എല്ലാ വെബ്സൈറ്റിൽ നിന്നും ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ്. WWE നിന്ന് ഈ വർഷമാണ് റിക്കഷ് റിലീസ് ആവശ്യപ്പെട്ട് പോകുന്നത്. അതായത് തനിക്ക് കോൺട്രാക്റ്റ് പുതുക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ച് കോൺട്രാക്റ്റ് എക്സ്പയർ ആകുന്ന ഒരു സമയത്ത് തന്നെ റിലീസ് ചെയ്യണം എന്നുള്ളത് ആവശ്യപ്പെട്ട് റിക്കഷെ ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. കാരണം റിക്കഷയ്ക്ക് AEW എന്ന കമ്പനിയിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നു. അതിന് പ്രകാരം ഇപ്പോൾ ഇതാ AEWയുമായിട്ടുള്ള കോൺട്രാക്റ്റും സൈൻ ചെയ്തിരിക്കുന്നു. റിക്കഷയിലൂടെ AEWന് ഒരു വമ്പൻ കുതിച്ചുകയറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കുറച്ച് ആരാധകരുടെ ഒരു ശ്രദ്ധ AEWയിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. AEWന്റെ 2025 2 മേജർ ഷോകളുടെ ഒരു അഡ്വർടൈസ്മെന്റ് ഇപ്പോൾ AEW പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. 2025 ഫോർബിഡൻ ഡോർ എന്ന് പറയുന്ന ഇവന്റുമായി ലണ്ടൻ എന്ന സിറ്റിയിലേക്ക് ഞങ്ങൾ വരുന്നു എന്നുള്ളൊരു അഡ്വർടൈസ്മെന്റ് പങ്കുവെക്കുന്നു. അതുപോലെ തന്നെ 2026 ഓൾ ഇൻ ഷോ ലണ്ടനിൽ വെച്ചിട്ടായിരിക്കും എന്നുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റും ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. അടുത്ത വർഷത്തെ ഓൾ ഇൻ ഷോ അമേരിക്കയിലെ ടെക്സസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നടത്തുന്നത്. അതിനുശേഷം ലണ്ടനിലേക്ക് ഓൾ ഇൻ ഷോയുമായി തിരികെ പോകുമെന്നും AEW ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റിലൂടെ കൺഫേം ചെയ്തിരിക്കുന്നു. അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ ജോൺസിനയെ സംബന്ധിച്ചാണ്. ജോൺസിനയുടെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ജോൺസിനയുടെ നെക്സ്റ്റ് പ്ലാൻ എന്ത്? ജോൺസിന റിങ്ങിലേക്ക് തിരികെ വരില്ല എന്ന് പറഞ്ഞെങ്കിലും ജോൺസിന AEWയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത് പലരും ചോദിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ജോൺസിനയോട് ഇക്കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് ജോൺസിന പറഞ്ഞത്. ജോൺസിന റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തിരികെ റിങ്ങിലേക്ക് കയറില്ല എന്നുള്ളത് ജോൺസിന പറഞ്ഞിട്ടുണ്ട്. കൂടാതെ WWEയുമായിട്ടുള്ള ഒരു വമ്പൻ എക്സ്റ്റൻഷൻ, ഒരു കോൺട്രാക്റ്റ് പുതുക്കൽ താൻ ഇതിനോടകം തന്നെ കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ജോൺസിന പറയുന്നുണ്ട്. അതായത് 2025 റിങ്ങിൽ നിന്ന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചാലും ജോൺസിന WWEയുടെ ഭാഗമായി WWE കോൺട്രാക്റ്റുള്ള ഒരു ബാക്ക് സ്റ്റേജ് പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ബാക്ക് സ്റ്റേജിൽ വരുന്ന ഒരു ആളോ ആയിട്ട് ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു റെസ്ലർ എന്നുള്ളൊരു നിലയിൽ മാത്രമാണ് WWE നിന്ന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം ബാക്ക് സ്റ്റേജിൽ അദ്ദേഹം ആക്റ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ WWE എപ്പോഴൊക്കെ തന്നെ ബാക്ക് സ്റ്റേജിൽ ആവശ്യമുണ്ടോ ആ ഒരു സമയത്ത് താൻ വരും എന്നുള്ളതും ജോൺസിന വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ AEW എന്നുള്ള ഒരു റെസ്ലിംഗ് കമ്പനിയല്ല, മറ്റൊരു റെസ്ലിംഗ് കമ്പനിയിലേക്ക് ജോൺസിന 2025 ശേഷം പോകില്ല എന്നുള്ളത് ജോൺസിന തുറന്നു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരു ചോദ്യത്തിനും ആ ഒരു സംശയത്തിനും ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.